ഇതാണ് എൻ്റെ പുതിയ റേബാൻ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത്. ആടുതോമ എന്ന് പറയുന്നത് വില്ലനായിട്ട് ഒരാളല്ല, വില്ലനായിട്ട് ഞാൻ സങ്കല്പിച്ചിട്ടില്ല. ആടുതോമ ഹീറോയാണ്. കാര്യം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതും ഏറ്റവും അച്ഛനും മകനുമായിട്ടുള്ളൊരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. തൻ്റെ മകൻ ഏറ്റവും വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ, അച്ഛന് ആ ഒരു അച്ഛൻ്റെ ഐഡിയോളജിയോട് പോകാൻ സാധിക്കാത്തൊരു മകൻ, രണ്ട് വ്യക്തിത്വങ്ങളല്ലേ. പിൽക്കാലത്ത് ഇന്നും സ്ഫടികം എന്ന് പറയുന്നത് നമ്മൾ പല ഷോകളിൽ ഇപ്പോഴും കാണാം. ചെറിയ കുട്ടികളായാലും ഒരു ചുമന്ന ഷർട്ടിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് അല്ലേ, കൊണ്ട് മടക്കി കുത്തി വന്നിട്ട് ഇതാണ് എൻ്റെ പുതിയ റേബാൻ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് അത്രയും ശക്തമായ കഥാപാത്രമായിരുന്നു. ആടുതോമ എന്ന് പറയുന്നത് വളരെ ഒരു ആക്ടർ എന്നെ സംബന്ധിച്ചാൽ വളരെ ഫിസിക്കലായിട്ട് വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടായ സിനിമയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷൂട്ടിംഗ് ഇടയിൽ നിർത്തേണ്ടി വന്നു. അതിലൊരു ഷോട്ടുണ്ട്, ഞാൻ എൻ്റെ കാല് ചെറിയ പ്രോബ്ലമായി കുറേ സമയം ആ ഷൂട്ടിംഗ് നിന്നുപോയി. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്കെന്നും ഓർക്കാവുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നും ഓർക്കാവുന്ന ഒരു സിനിമയാണ് സ്ഫടികം.